ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. യെസ്, ഇത് റെക്കോർഡ് ചെയ്യേണ്ട കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, ഇത് യൂട്യൂബിലിടും ഒരു കേസ് സ്റ്റഡി ആയിട്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, എന്താണ് അച്ചീവ് വേണ്ടത്? ഒരു 15 മിനിറ്റിൻ്റെ കൺവെർസേഷൻ്റെ ഉള്ളിൽ എന്താണ് അച്ചീവ് വേണ്ടത്? എന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ എനിക്ക് എന്ത് പ്രോബ്ലം? ആർക്കും ഒരു പ്രോബ്ലം ഇല്ലല്ലോ. എന്തിനാ ഈ പ്രോബ്ലത്തിനെ വലിച്ചു കൊണ്ടിരുന്നത്? പ്രോബ്ലം അവിടെ ഇരുന്നോട്ടെ, സ്വസ്ഥമായിട്ട് ഇരുന്നോട്ടെ. എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് പറയാം. പ്രോബ്ലത്തിനെ മാറ്റിയിട്ട് എന്താ നേടേണ്ടതെന്ന് പറയാം. എനിക്ക് അതാണ് എനിക്ക് ഇല്ലാത്തത്. എന്തായാലും പ്രോബ്ലം ഇല്ലാത്തതോ? അല്ല, എന്താ അച്ചീവ് ചെയ്യണ്ടേ എന്നൊരു അതൊരു ഗോളൊന്നുമില്ല. അത് ഗോളില്ലാതെ ജീവിക്കില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടേ. ലെറ്റ്സ് സേ 1 വർഷം 2 വർഷം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം. അത് ഗോളല്ലേ? അല്ലേ? ഓക്കെ, അപ്പൊ എന്താണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ്? ഓക്കെ, ഇപ്പൊ വർക്ക് ചെയ്യണ്ടോ? ഇല്ല. ഓക്കെ, വർക്ക് ചെയ്തിട്ടുണ്ടോ? വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എത്ര വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്? ഒരു 6 months ഒക്കെ ആയിട്ടുള്ളൂ. 6 months ആയിട്ടുള്ളൂ അല്ലേ? അത് ക്വിറ്റ് ചെയ്തോ? ക്വിറ്റ് ചെയ്തോ? ക്വിറ്റ് ചെയ്തു. മോനുണ്ടായിരുന്നു. അപ്പൊ കുട്ടിന്റെ കാരണം ക്വിറ്റ് ചെയ്ത്? ഓക്കെ, കുട്ടിന്റെ കാരണം. അല്ലെങ്കിൽ ഇത് ഫാമിലി ഇഷ്യൂ ആണോ? കുട്ടിന്റെ കാരണം എന്ന് വെച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കിഡിന്റെ കാരണം അതല്ല, ഫാമിലി എന്നുള്ള ഇഷ്യൂ ആണോ? കുട്ടിയുണ്ട്, അതുകൊണ്ട് ഫാമിലി ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ക്വിറ്റ് ചെയ്തു. അല്ല, ഞാൻ പറഞ്ഞ ഫാമിലി ഇഷ്യൂ കുട്ടി മാറ്റി നിർത്തുക. കുട്ടിയല്ലാത്ത മറ്റൊരു ഈ ജോലി ചെയ്യേണ്ടാവുന്നല്ല, അങ്ങനെ വല്ലതും ഉണ്ടോ? അതില്ല. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ജെന്യൂൻ കേസാണിത്. ഒരു കുട്ടിയുള്ള കാരണം ക്വിറ്റ് ചെയ്തിട്ടുള്ളത്, ശരിയല്ലേ? ഫാമിലിയിൽ നിന്നൊക്കെ സപ്പോർട്ട് ഉണ്ടോ? സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, പുറത്തു പോയി ജോലി ചെയ്യാനാണ് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എങ്ങനത്തെ ജോലിയാണ് ഇഷ്ടം? പുറത്തു പോകാൻ ഇഷ്ടമാണ്, പക്ഷെ നമ്മള് ഫാമിലിക്ക് നാട്ടിലുള്ളതുകൊണ്ട് ഇവിടെ തന്നെ. ഓക്കെ, അപ്പൊ നാട്ടിൽ വെച്ചാല് നാട്ടിൽ എവിടെയും പോയി ജോലി ചെയ്യാൻ സമ്മതിക്കോ? സമ്മതിക്കും, പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് എനിക്കൊരു അക്കരപ്പച്ച സിൻഡ്രം ഉണ്ട്. ഇത് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ഇത് ബെറ്റർ അല്ല, ഇതിൽ ബെറ്റർ ആയിട്ട് വേറെ ജോബ്, ഒരു കോഴ്സ് പഠിച്ച അതിലേക്ക് മാറാം, അങ്ങനെ. പിന്നെ ഒരു എന്താ പറയാ, നമുക്കൊരു ഫയർ മനസ്സിൽ വന്ന അത് കുറെ കാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒരു എന്തെങ്കിലും അത് ചെയ്യണം ആദ്യം തോന്നും, പിന്നെ വിചാരിക്കും വേണ്ട, കുറച്ച് തന്നെ പറഞ്ഞ് തളരും. ഞാനും അതിന്റെ കൂടെ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെ. പച്ച എവിടെയും പച്ച നമ്മൾ മാറ്റി നിർത്തേണ്ടി വരും. അപ്പൊ നിങ്ങൾ എങ്ങനത്തെ ആളാന്ന് അറിയോ? നിങ്ങൾക്കൊരു പേരുണ്ട്, അറിയോ? അതിനെ പറയാം സ്റ്റാർട്ടർ എന്നാ പറയാ. ഓക്കെ, എല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഒന്ന് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റാർട്ട് ചെയ്യും, നാലാമത്തെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനത്തെ ആളാണോ? അവര് ഫിനിഷേഴ്സ് അല്ല. കാരണം ഫിനിഷ് ചെയ്താലല്ലേ നമുക്ക് ഒരു റിസൾട്ട് കിട്ടുള്ളൂ. റിസൾട്ട് ബേസ് ചെയ്തിട്ടല്ലേ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുള്ളൂ ജീവിതത്തിൽ. സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിച്ച ഒരാൾ വന്നിട്ട് ഒരു ഉദാഹരണത്തിന് ഒരു എന്താണ്, ഒരു പാലം ഉദ്ഘാടനം ചെയ്യുന്ന വിചാരിക്കുക. പാലത്തിന്റെ കല്ലിട്ടിട്ട് ഉദ്ഘാടനം ചെയ്യണതും പാലം തീർത്തിട്ട് ആ പാലം ഉദ്ഘാടനം ചെയ്യണ വ്യത്യാസം ഉണ്ടോ? വ്യത്യാസമുണ്ട്. ഇല്ലേ? അപ്പൊ നിങ്ങൾ ഈ കല്ലിടുന്ന ആളാ. എല്ലാ സ്ഥലത്തും ഉദ്ഘാടനത്തിന്റെ പാലത്തിന്റെ കല്ല് വെക്കണ ആളാ, പക്ഷെ പാലം ഇന്നുവരെ ഉണ്ടാക്കിയിട്ടില്ല. ശരിയല്ലേ? ഉറപ്പല്ലേ? അപ്പം ഇതിന്റെ കാരണം എന്തായിരിക്കാം? നിങ്ങൾ ചെയ്തിരുന്ന ജോബ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ജോബ് ആയിരുന്നു ആ സമയത്ത്? അല്ല. എന്നിട്ടും ചെയ്തു. എന്തുകൊണ്ടാണ് ചെയ്തത്? ഒന്നാമത് എനിക്ക് എന്റെ ഇഷ്ടമുള്ള സാധനമല്ലായിരുന്നു ഞാൻ എടുത്ത ആ കോഴ്സ്. വേറൊരു ഫ്രണ്ടിന്റെ പെട്ടെന്ന് ജോലി കിട്ടും എന്നുള്ള രീതിയിൽ എടുത്തതായിരുന്നു. ഞാൻ എടുത്തു, ജോലി കിട്ടി, പക്ഷെ അത് എനിക്ക് പറ്റിയതല്ല. ഞാൻ അത് മനസ്സിലാക്കി. ഞാൻ ഓരോന്നും പഠിച്ച് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അത് എനിക്ക് പറ്റിയതല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ആ പൈസയും പോയി, എല്ലാം പോയി. ഓക്കെ, എന്തെങ്കിലും നേടിയോ? ഇന്ന് കുറച്ച് അറിവ് നേടിയോ? ഒന്ന് ഹാർഡ് വർക്കിന്റെ ആ ഒരു കിട്ടി. നമ്മൾ എങ്ങനെ ഒന്ന് പെർഫോം ചെയ്യേണ്ടതെന്നും നമുക്കൊരു പേടി, ടെൻഷൻ അതൊക്കെ കുറച്ച് കുറഞ്ഞിട്ട്. ഓക്കെ, ഗ്രേറ്റ്. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത്, എന്ത് ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്?
എനിക്ക് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര ഇഷ്ടം. ഓക്കെ, മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? എനിക്കൊന്ന് ഒരു ഐഡിയ ഇല്ല, ഒന്ന് പറഞ്ഞു തരാമോ എന്താ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ ഒരു എന്താ പറയാ, ഉം. ഇപ്പൊ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കണം എന്നപ്പോ ഉള്ളത്. ഉം. എന്നുവെച്ചാൽ കുറച്ചുകൂടി എന്താ പറയാ, എനിക്ക് ഈ ബിസിനസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഉം. ഒന്ന് ചെയ്യണം, സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണം എന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ മോൾക്ക് കൊണ്ടുവരിക, ഉം. സീറോന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്, ഉം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഉം. പക്ഷെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനുള്ള ഒരു കാപ്പബിലിറ്റിയും ഇല്ല. ഞാൻ പ്രശ്നമില്ല, അതൊക്കെ ഉണ്ടാക്കും. ഞാൻ ചോദിക്കട്ടെ, ബിസിനസ് ഇപ്പോൾ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തൊരു ഇതുണ്ട്, ഇപ്പോൾ അവർ മാറാൻ പോകണം, എന്താ പറയുക, ആക്രി ബിസിനസ്. യുനോ വാട്ട് ഇസ് ആക്രി? ആക്രി എന്ന് വെച്ചാൽ ഈ പഴയ എന്താണ് സാധനങ്ങൾ അവരുണ്ടാക്കുന്നത്, ലക്ഷങ്ങളും ഉണ്ടാക്കുന്നത്, വേണം കോടികൾ എന്ന് വേണം പറയാം. ഓക്കെ, അങ്ങനത്തെ ബിസിനസ് ചെയ്യാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ ഗ്ലാമറസ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യാനാണോ ഇഷ്ടം? ബിസിനസ് എന്ന് പറഞ്ഞല്ലോ, സ്റ്റാർട്ടപ്പ് എന്നും പറഞ്ഞു, സീറോ എന്നും പറഞ്ഞു, പൈസ എന്നും പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഇപ്പം ഞാൻ 2 ചാൻസ് തന്നെ നിങ്ങൾക്ക്. ഒന്ന് ഗ്ലാമറസ് പക്ഷെ പൈസ കുറവാണ്, അല്ലെങ്കിൽ ഗ്ലാമറസ് ഇല്ലാത്ത പക്ഷെ പൈസ കൂടുതൽ. ഇനി അറിയുന്ന എൻ്റെ 2 ക്ലയൻസ് ഉണ്ട്. ഒരാൾ ചെയ്യുന്നത് വേസ്റ്റ്, ഈ ഹോട്ടലിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ മാത്രം എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തി, ഫീമെയിൽ ആട്ടോ, സ്ത്രീയാണ്. ഓക്കെ, നല്ല ബിസിനസ് ചെയ്യണ. ഓക്കെ, കാലിക്കറ്റിൽ അറിയപ്പെടുന്ന ഹോട്ടൽസ് എന്നൊക്കെ വേസ്റ്റ് വാട്ടർ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി. രണ്ടാമത്തെ വ്യക്തി ഈ ചിക്കനൊക്കെ ഉണ്ടല്ലോ, ചിക്കൻ വേസ്റ്റ് ഉണ്ടല്ലോ, ചിക്കന് ബുച്ചർ ഷോപ്പിൽ പോയിട്ട് അതിൻ്റെ വേസ്റ്റ് എടുത്തിട്ട് അതിനെ കൊണ്ടുപോയിട്ട് ഫെർട്ടിലൈസർ ഉണ്ടാക്കി ഇന്റർനാഷണൽ ചെയ്യുന്ന ബിസിനസ്. രണ്ടും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല, രണ്ടും എന്നെ കൊണ്ട് പറ്റില്ല, പക്ഷെ ബിസിനസ്സാണ്. നിങ്ങൾ എങ്ങനത്തെ വ്യക്തിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഗ്ലാമറസ് ആയിട്ടുള്ള എടുക്കുള്ളൂ. ഉറപ്പല്ലേ? അപ്പോൾ അവിടെ ചിലപ്പം പൈസ കൂടുതലായിരിക്കും, ചിലപ്പോൾ പൈസ കുറവായിരിക്കും, പക്ഷെ ആ ഒരു ഇൻഡസ്ട്രിയിൽ കയറണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ആ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ പറഞ്ഞു മാർക്കറ്റിംഗ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞു, പിന്നെ ബിസിനസ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞു. മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതിൻ്റെ ഇടയിൽ പറഞ്ഞു. അപ്പം നിങ്ങൾക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി തുടങ്ങാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള വേറെ സ്വന്തമായിട്ടുള്ള ബിസിനസ് ആണ് തുടങ്ങാൻ ഇഷ്ടം? ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സുകൾ ചെയ്തിട്ടുണ്ടോ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കാൻ പോണുള്ളൂ. ഓക്കെ, അതിന്റെ ഇൻട്രസ്റ്റ് വരാനുള്ള കാരണം എന്താ? അത് എന്നാണ് കേൾക്കാൻ തുടങ്ങിയത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ആ പദം എപ്പോഴാണ് കേൾക്കാൻ തുടങ്ങിയത്? ഞാൻ BCA കഴിഞ്ഞതാണ്. അപ്പം അത് കഴിഞ്ഞ മുതലേ കേൾക്കുന്നുണ്ട്. അന്ന് മുതലേ എടുക്കണം എന്നിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടും അതിനോടൊരു ഇഷ്ടം. ഓക്കെ, നിങ്ങൾ അറിയുന്ന ആരെങ്കിലും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ് അറിയുന്ന ആരെങ്കിലും? ഞാൻ കോഴിക്കോടുള്ള ഒരു ഏജൻസി ആയിട്ടാണ് ഇപ്പോൾ ഇതായത്. അവരധികം സക്സസ്ഫുൾ ആണ്. അവർ പ്രൊഫഷണൽസ് ആണോ? അതെ. ഓക്കെ, അവിടെ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ആണോ, അല്ലെങ്കിൽ അവിടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാനാണോ ആഗ്രഹം? ആദ്യം ആ കോഴ്സ് പഠിച്ചിട്ട് പിന്നീട് അതിനെപ്പറ്റി കുറച്ച് ഡീപ്പായിട്ടുള്ള പഠിത്തം കഴിഞ്ഞിട്ട് വേണം. പക്ഷെ നിങ്ങൾ ചാർട്ടിന് ആളല്ലേ, പച്ച കാണുമല്ലോ വേറെ എവിടെയെങ്കിലും? ഇനി ഞാൻ അറിയില്ല, നിങ്ങൾ തന്നെ പറഞ്ഞ പച്ച എവിടെ കണ്ടാലും പച്ച. എന്റെ സ്ക്രീൻ ഇപ്പൊ ഇത് റെക്കോർഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്റെ സ്ക്രീനും പച്ചയാണ്. അപ്പൊ പച്ച കാണുന്ന സ്ഥലത്ത് ചാടി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ അത് ഡീപ്പ് എന്ന് പറഞ്ഞു. ഇപ്പൊ ഡീപ്പ് എന്ന് പറഞ്ഞ് കുറച്ച് മുമ്പ് പച്ചയെന്നും പറഞ്ഞു. നിങ്ങൾ ഡീപ്പിൽ പോകുന്നതിന് മുമ്പ് വേറെ പച്ച കണ്ടിട്ട് അങ്ങോട്ട് ചാടിയിരിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പച്ച കണ്ടാ പോകാൻ പറ്റില്ല, ഇനി ഡീപ്പായിട്ട് തന്നെ പോകണം. ഉറപ്പാണ്. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് വീട്ടിലാരും അറിയണില്ല, ഇനി സമ്മതിക്കൂല. അപ്പൊ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തില് ഞാൻ തന്നെ റിസ്ക് എടുത്തിട്ട് ചെയ്യുന്ന ഇതാണ്. നേരത്തെ ഒരു കാര്യം പറഞ്ഞു, പാരന്റ്സ് സമ്മതിക്കോ ഇല്ല എന്നൊക്കെ ചോദിച്ചപ്പോ അതൊന്നും യാതൊരു പ്രശ്നമില്ല. ഇപ്പം പറഞ്ഞു അവര് സമ്മതിക്കൂല എന്ന് പറഞ്ഞു. പാരന്റ്സ് അല്ല, ഇപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്താണല്ലോ. അതെ. അപ്പം ഫാമിലി എന്ന് വെച്ചാൽ അവരൊക്കെ പോലും ഫാമിലി, നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ ഫാമിലി മെമ്പർ അല്ലേ? നേരത്തെ പറഞ്ഞപ്പോ പ്രശ്നമില്ല. അവര് സമ്മതിക്കാത്തില്ല, പക്ഷെ ബാക്കിയുള്ള മെമ്പേഴ്സ് ഇനി ഒരു ഇതും കൂടി എടുക്കാന്ന് പറഞ്ഞാൽ അവരെ റിയാക്ഷൻ എനിക്ക് അറിയില്ല. എങ്ങനെ അവരോട് പറഞ്ഞിട്ട് ഒരു കോഴ്സും കൂടെ മറ്റേ ആദ്യം ചെയ്ത കോഴ്സ് ഏതായിരുന്നു? ആദ്യം ഞാൻ BCA കഴിഞ്ഞിട്ട് മോണ്ടിസോറി എടുത്തത്, പക്ഷെ അതെനിക്ക് ഒട്ടും പറ്റുന്ന കോഴ്സ് അല്ലായിരുന്നു. മോണ്ടിസോറിയിൽ എൻ്റെ ഒരു ക്ലയന്റ് ഉണ്ട്, ഇന്ന് ഏറ്റവും നല്ല ടോപ്പ് ലെവൽ സ്കൂളിൽ കേരളത്തിൽ നടത്തിക്കൊണ്ടുവരുന്നത്. ടീച്ചേഴ്സിന്, മോണ്ടിസോറി ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന സ്കൂള്. അവർക്ക് അതാണ് ഫാഷന്. മനസ്സിലായില്ലേ? എന്താണ് അരിക്കാട് എവിടെയാണ് ആ സ്ഥലം? അവർക്ക് അതാണ് ഫാഷന്. അവർ അത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇന്റർനാഷണൽ ഇൻസ്ട്രക്ടേഴ്സിനൊക്കെ കൊടുത്തിട്ട് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇവിടെ
ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചോദിക്കട്ടെ, 0 to 10 എത്ര പാഷനറ്റാണ് നിങ്ങൾ? 8. ഉറപ്പാണോ? അതിൽ പിടിച്ച് നിൽക്കുമോ നിങ്ങൾ? പിടിച്ചു നിൽക്കും. വിജയിച്ച വേറെ ആരെങ്കിലും അറിയാം? ഇപ്പം നിങ്ങൾ പോണ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലാത്ത വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും വിജയിച്ചതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ? അറിയാം. അറിയാമോ? അവരെങ്ങനെയുണ്ട്? അവർ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട്? ഫിനാൻഷ്യൽ അവർ ക്യാഷ് ഫ്ലോ ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അതാണ് നിങ്ങൾ ഫിനാൻഷ്യലി ഫ്രീഡം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചോദിച്ച ചോദ്യം അതാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് ചോദിച്ചത് നിങ്ങൾ. അത് അവരെ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആവും, ഫിനാൻഷ്യലി ഫ്രീ ആവും. അവരുടെ ലെവലിൽ ഫിനാൻഷ്യലി എനിക്കൊരു ചെറിയൊരു അത്ര വലിയ ഇൻകം ഇല്ല, എന്നാലും നമുക്ക് സ്വന്തമായിട്ടൊരു ഇൻകം വേണം എന്നുള്ള ഒരു ഇതാണ്. ഓക്കെ, അത് എത്ര ആയിരിക്കണം? അത് എത്ര എമൗണ്ട്? നിങ്ങൾ ആരാന്ന് പറയണ്ട, എത്ര എമൗണ്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഫിനാൻഷ്യലി ഫ്രീ ആയിക്കുന്നത് തോന്നൽ വരെ തുടക്കം? ഞാൻ പറഞ്ഞ മിനിമം 20K മതി. 20K മന്ത്ലി ആണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആവും. അതിന് കൂടുതൽ ടൈം എടുത്തിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 20K ഒക്കെ നമ്മൾ സാധാരണ ഒരു ക്ലയൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് 30 to 40 to 60K ഒരു ക്ലയൻറ്റ് നിങ്ങൾക്ക് കിട്ടും. അതറിയോ നിങ്ങൾക്ക്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥ രീതിയിൽ അവർക്ക് കസ്റ്റമർ സർവീസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം, അതേപോലെ തന്നെ യൂട്യൂബ്, അതേപോലെ തന്നെ ഫേസ്ബുക്കൊക്കെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു ക്ലയൻറ്റിൽ നിന്ന് എടുത്ത ചുരുങ്ങിയത് എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ 60,000 രൂപ കൊടുക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് നല്ലൊരു ക്ലയൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 അല്ല 60 വരെ നിങ്ങൾക്ക് കിട്ടും ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത്. അപ്പം നിങ്ങൾ ഇത് പഠിച്ച് പൂർത്തീകരിക്കോ? ഉറപ്പാണോ? ആണെങ്കിൽ എത്ര മാസത്തെ കോഴ്സാണത്? എവിടെ പഠിക്കണമെന്നൊന്നും പറയണ്ട. എന്തൊക്കെയാ പഠിക്കണം നിങ്ങൾ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തൊക്കെ പഠിക്കണ്ടേ? 3 months ആണ് കോഴ്സ്. തുടങ്ങിയിട്ടില്ല, ഞാനിപ്പോ അതിന് ഒരു അഡ്വാൻസ് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അവിടുന്ന് പഠിച്ച് ഇറങ്ങിയ ആൾക്കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എവിടെയെങ്കിലും? ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല അക്കാഡമിയാണ്. ഏത് അക്കാഡമിയാന്ന് പറഞ്ഞത്? നല്ലൊരു അക്കാഡമിയാണ്, വിശ്വാസമുള്ള അക്കാഡമിയാണ്, ശരിയല്ലേ? അതെ അതെ. നിങ്ങൾക്ക് ഇതിനൊരു 6 മാസം കൊടുക്കാൻ പറ്റുമോ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്? 3 മാസം പഠിക്കാനും 3 മാസം പഠിക്കാനും 3 മാസം സ്വന്തം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പറ്റുമോ? പറ്റും. എങ്കിൽ നിങ്ങൾ എത്ര ഇൻഫ്ലുവൻഷ്യൽ ആണ് അതിനനുസരിച്ചിട്ട്, അതേപോലെ നിങ്ങൾ എത്ര പാഷനറ്റ് ആണ്, നിങ്ങൾ എത്ര പ്രൊഡക്റ്റീവ് ആണ്, എങ്ങനെയാണ് നിങ്ങൾ റിസൾട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുക, അതിനനുസരിച്ച് നിങ്ങൾക്ക് അടിപൊളി ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ ഒരു കാലത്ത്. മനസ്സിലായില്ലേ? പക്ഷെ അതിന് വേറെ പച്ച കാണരുത് മാത്രം. ഇനി പച്ച കാണാൻ പറ്റില്ല. ഇതിപ്പോ ഞാൻ ഇതിപ്പോ എന്റെ ഗോൾഡ് ഞാൻ വിറ്റിട്ടാണ് ഞാൻ ചേരുന്നത്. വേറൊരാളോടും ഒരു ഫിനാൻഷ്യൽ ആയിട്ട് ചോദിക്കുകയൊന്നും ചെയ്തിട്ടില്ല. മറ്റേതാകുമ്പോ ഒരു പൈസ പഠിക്കലായിരുന്നു. ഇപ്പൊ ഞാൻ എന്റെ റിസ്ക് എടുത്തു, എന്റെ ഗോൾഡൊക്കെ വിറ്റ് ഞാൻ ലാപ്പ് വാങ്ങി. നിങ്ങൾ എന്നെ പറ്റി എങ്ങനെ അറിഞ്ഞത്? എന്റെ ഹസ്ബൻഡ് ലീപ്പിൽ ചേർന്നിട്ടുണ്ട്. അയ്യോ, ഹസ്ബൻഡിന്റെ പേര് പറയണ്ട. ഞാൻ ഈ ലെവലിൽ എത്താനുള്ള കാരണം 48 രാഷ്ട്രങ്ങൾ പോയി ക്ലാസ് എടുക്കാനുള്ള കാരണം, ആയിരക്കണക്കിന് 10,000 ആൾക്കാരെ ട്രെയിൻ ചെയ്ത് ലോകത്ത് പോയി ട്രെയിൻ ചെയ്ത് 139 രാഷ്ട്രങ്ങളിൽ ഇന്നും സ്റ്റുഡൻസ് ഉള്ള ഇതെല്ലാം തുടങ്ങിയത് നിങ്ങൾ ഗോൾഡ് വിറ്റിട്ടാണെങ്കിൽ ഞാൻ എൻ്റെ വാച്ച് വിറ്റിട്ടാണ്. എൻ്റെ വാച്ച് വിറ്റിട്ടാണ് ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയത്. ഉണ്ടോ അവിടെ? അത് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജോഷ് ടോക്ക് കേട്ടാൽ മതി. മലയാളത്തിലെ ജോഷ് ടോക്കിൽ ഞാൻ ആ കഥ പറയുന്നുണ്ട്. നിങ്ങളെ മോട്ടിവേഷൻ ആണ് എന്നോട് ഇങ്ങനെ പറയല്. ഞാൻ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ വിറ്റിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങളൊരു ചാമ്പ്യൻ ആവും. ചാമ്പ്യൻ ആയി കഴിഞ്ഞാൽ പൈസ നിങ്ങളുടെ അടുത്തേക്ക് വരും, ഉറപ്പാണ്. റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളെ ഹസ്ബൻഡ് എന്നെ കുറിച്ച് നിങ്ങളോട് പറയുന്നത് പറയാം. ഹസ്ബൻഡ് ആരാന്ന് പറയണ്ട, ഹസ്ബൻഡ് എന്നെ കുറിച്ചിട്ടും അല്ല നിങ്ങളോട് പറയുന്നത് വെച്ചാൽ ഹസ്ബൻഡ് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവുന്നല്ലേ അതിൻ്റെ അർത്ഥം? ഉറപ്പല്ലേ? അതിന്റെ റിഫ്ലക്ഷൻ നിങ്ങളെ ഫാമിലിയിലില്ലേ? ഇല്ലേ? അപ്പം അതേപോലെ തന്നെ നിങ്ങൾ നല്ല കസ്റ്റമർ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ക്വാളിറ്റി ഉള്ള ഹൈ ടിക്കറ്റ് കസ്റ്റമേഴ്സിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓരോ കസ്റ്റമറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് 60,000 രൂപ മന്ത്ലി നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഹാപ്പി? അടുത്ത പ്രാവശ്യം പച്ച കണ്ട എന്താ ചെയ്യാ? പച്ച കാണൂല, കണ്ണടിച്ചു. Thank you very much. Thanks a lot. I appreciate that, and I wish you all the best.
ഹസ്ബൻഡിനോട് താങ്ക് യു പറയാം. ഹസ്ബൻഡിന്റെ പേര് പറയണ്ട. Okay. Thanks a lot. Right. Let's move on to the next caller, please.